ഹായ്, എൻ്റെ ഈ സുന്ദരിക്കുട്ടിയൊന്ന് നോക്കിയേ. എന്തൊരു ഭംഗിയാണിതിന്. നല്ല മെറൂൺ കളറും അകത്ത് കുറച്ച് വെള്ള ഒരു ഇതളിൻ്റെ അകത്ത് വശത്ത് നല്ല വെള്ള കളറുമാണ്. നോക്കി, മൾട്ടിപ്പെറ്റലാണ്. റോസാപ്പൂവിൻ്റെ സൗന്ദര്യം ഇതിന് ഉണ്ട്. കുറച്ച് വലിയൊരു ചെടിയാണ് കേട്ടോ. നല്ല പൊക്കത്തിൽ വലിയ ചെടിയാണ്. നിറയെ മൊട്ടുകളുണ്ട്. നിറയെ മുട്ടുകളാണ്. അടുത്ത ഭാഗത്തും വീണ്ടും ഒരു പൂവിന് വിടരുന്നുണ്ട്. നോക്കി, എന്ത് ഭംഗിയല്ലേ. നല്ല ഡാർക്ക് മെറൂൺ കളറിലാണ് ഈ പൂവ് ഇരിക്കുന്നത്. ഇതിൻ്റെ ശാഖ ഈ താഴത്തെ ശാഖയിലില്ല, ബാക്കി എല്ലാ ഭാഗത്തും നിറയെ മുട്ടുകളുണ്ട്. സത്യത്തിൽ ഈ അടിയനിയും പൂവിന് നല്ല ഭംഗിയാണല്ലേ. അത് സിംഗിൾ പെറ്റലായാലും ഡബിൾ പെറ്റലായാലും മൾട്ടി പെറ്റലായാലും നല്ല ഭംഗിയാണ്. ഇപ്പം നമ്മൾ റോസാപ്പൂവിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നത് കൊണ്ടായിരിക്കും ഈ റോസാപ്പൂവിൻ്റെ സൗന്ദര്യം നമ്മൾ ഈ പൂവിൽ കാണുന്നത്. നല്ല ഭംഗിയില്ലേ സത്യത്തിൽ. നോക്കി, ഇതെല്ലാം കൂടി ഇങ്ങനെ വിടർന്ന് നിന്നാൽ അതിസുന്ദരമായിരിക്കും. നോക്കി, അതെല്ലാം ഒത്തിരി നല്ല വലിയ ചെടിയാണ്. നല്ല ധാരാളം ബ്രാഞ്ചും ഒക്കെയുള്ള നല്ല ആരോഗ്യമുള്ള ഒരു ചെടിയാണ്. ആ പൂവിലും ആ ആരോഗ്യം കാണുന്നുണ്ട്. ഈ നടുക്ക് ഭാഗത്തെ ഇതളുണ്ടല്ലോ, അതാ ഈ ഇത് ഇനിയും ഒന്നുകൂടെ ഇങ്ങനെ വിടർന്ന് വരും. ഇത് കൊഴിയാറാകുമ്പോഴത്തേക്ക് ആ ഇതളും നല്ലതുപോലെ വിരിഞ്ഞ് വരും. നല്ല ഭംഗിയായിട്ട് നിൽക്കും. ചില സമയത്ത് നല്ല വെയിലുള്ള സമയത്ത് ഈ പൂവൊക്കെ ഇങ്ങനെ പൊട്ടിക്കീറി പോകാറുണ്ട്. അപ്പം പോലും ഈ പൂവിന് നല്ല സൗന്ദര്യമാണ്, നല്ല ഭംഗിയാണ് കാണാൻ. നോക്കി, ഇതെല്ലാം കൂടെ വിടർന്ന് നിന്നാൽ ഈ ശാഖ അങ്ങ് താഴോട്ട് പോകും. അതിൻ്റെ വെയിറ്റ് കൊണ്ട് ഓരോ പൂവിനും നല്ല വെയിറ്റാണ്. ആ വെയിറ്റ് കൊണ്ട് ഈ ശാഖ അങ്ങ് താഴോട്ട് കൊണ്ട് ഇപ്പം 3 ബ്രാഞ്ച് ഇതിനുള്ളൂ. നല്ല ഭംഗിയുള്ളൊരു കോഡക്സാണ് ഇതിനുള്ളത്. നോക്കി, നല്ല ഭംഗിയുള്ളൊരു കോഡക്സാണ് ഇത്. ഞാനൊരു ഹാങ്ങിങ് പോട്ടിലാണ് എൻ്റെ ഒട്ടുമിക്ക അഡീനിയം പ്ലാന്റും ഹാങ്ങിങ് പോട്ടിലാണ് വെച്ചിരിക്കുന്നത്. കാരണം ആഴം കുറഞ്ഞ പോട്ടുകളാണ് അഡീനിയം ചെടി നടാൻ നല്ലത്. പക്ഷേ അല്ലാത്ത വലിയ ചെടിയിൽ ഞാൻ നട്ടിട്ടുണ്ട് കേട്ടോ. എന്നാലും ഇതെല്ലാം ഇനിയും ഹാങ്ങിങ് പോട്ടിൽ നിന്ന് മാറ്റണം. കാരണം കുറച്ച് വെള്ളം ഇപ്പോൾ എല്ലാ ദിവസവും വെള്ളം ഒഴിക്കണം. പൂക്കൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും അഡീനിയം ചെടിക്ക് വെള്ളം ഒഴിക്കണം. അപ്പോൾ ഈ നല്ല വെയിലത്താണ് നിൽക്കുന്നത്. ഈ ചെറിയ പോട്ടായതുകൊണ്ടും ഞാൻ പോട്ടി മിക്സ് ഒട്ടും വെള്ളം കെട്ടി നിൽക്കാത്തതായതുകൊണ്ടും വൈകിട്ടാകുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഈ ചിലതിൻ്റെ ശാഖകളൊക്കെ ഇങ്ങനെ തലകുത്തി കിടക്കും. രാവിലെ ഞാൻ വെള്ളം ഒഴിക്കുന്ന എന്നിട്ടും. അപ്പം ഞാൻ ഈ പോട്ടൊക്കെ ഒന്ന് ഇത്തിരി കൂടെ വലുതിലോട്ട് മാറ്റാം എന്നൊരു ധാരണയിലിരിക്കുവാണ്. മാറ്റണം. അങ്ങനെ മാറ്റി